ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബസ്സിലാട്ടോ. ഇപ്പോൾ ഓണമൊക്കെ ആവാറായില്ലേ, അതിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ നേരെ വിട്ടത് കാസർഗോഡ് ടൗണിലാണ്. രാവിലെ 10:30 ഞങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കാസർഗോഡ് ടൗണിലെത്തി ആദ്യം തന്നെ എനിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഷോപ്പിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം തന്നെയാണ് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറേ തപ്പാനൊന്നും നിന്നില്ല. തപ്പിത്തിരിയാൻ എനിക്കിപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പണ്ടാണെങ്കിൽ ഞാൻ ഒരുപാട് തപ്പുമായിരുന്നു. അതുകൊണ്ട് പാങ്ങില്ലാത്ത ഡ്രസ്സാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് തപ്പുന്നൊക്കെ കുറച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം രാവിലെ ഡ്രസ്സ് എടുക്കാനും പിന്നെ കണ്ണന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. കണ്ണൻ ഈ ഒരു വൈറ്റ് ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഞാൻ മാറ്റിയെടുത്തോട്ടെ. ആൾക്ക് വൈറ്റ് ഷർട്ട് കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വേറൊരു ഷർട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി നല്ല ഒന്നാം തരം ബിരിയാണി കഴിച്ച് വയറ് നിറച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി കേട്ടോ. വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നത്. ഇത് കുറച്ച് നാളായി ഞാനിങ്ങനെ ആഗ്രഹിച്ച് കാർട്ടിൽ വെച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് സ്ട്രോ ബോട്ടിൽ കഴുകാനുള്ള ബ്രഷാണ്. നമുക്ക് സ്ട്രോ ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കുഞ്ഞു പിള്ളേർക്ക് നമുക്ക് സ്ട്രോ കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം കേട്ടോ.